നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം 12-ലും 1-ലും, ശനി 8-9 ഭാവത്തിലും, രാഹു 7-6 ഭാവങ്ങളിലും ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ് 1202 ചിങ്ങമാസം മുതൽ 1202 കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലം. ചിലവ് ധാരാളമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. പല യാത്രകളും നിങ്ങൾക്ക് ചിലവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. യാത്രകൾ ഗുണം ചെയ്യില്ല. അതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഗുണം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ധനച്ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ട് തന്നെ വർഷാവസാനം നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വന്നുപെടാം. കൂട്ടുകച്ചവടത്തിലെ നഷ്ടവും ശത്രുദോഷവും നല്ലതുപോലെ ഉണ്ടാകാം. കർമ്മരംഗത്ത് പുരോഗതിയിലെ തടസ്സം നേരിടും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്താൽ കർമ്മരംഗം ഉഷാറാകാനുള്ള സാധ്യത കാണുന്നു. ഊഹ കച്ചവടത്തിലെ താല്പര്യം വർദ്ധിക്കും. തൊഴിലിലെ സ്ഥാനമാനങ്ങളും ദ്രവ്യലാഭവും ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ പങ്കാളികളുമായിട്ട് വന്നു ചേരാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സ് സന്തോഷപൂരിതമാകുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകാം. വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിൽ തിരികെ എത്തുകയും അവർ മക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വസിക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷപൂർണമായ ഒരു സാഹചര്യങ്ങളൊക്കെ കുടുംബത്തിൽ വന്നുപെടുന്നതാണ്. ഉത്തരവാദിത്തത്തോടുള്ള ധാരാളം കാര്യങ്ങൾ ഏറ്റെടുത്ത് കർമ്മരംഗത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തം മൂലം തന്നെ മേലധികാരികൾ നിങ്ങൾക്ക് പ്രീതി ഉള്ളവരായി തീരുന്നതാണ്. ഉന്നതരായ ഉപദേഷ്ടാക്കളുടെ അഭിപ്രായത്താൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. വർഷാവസാനം സൗഭാഗ്യവും ധനാഗമം, വിജയം, ധനലാഭം, തൊഴിൽ ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും. നിങ്ങൾക്ക് ബുധൻ എന്ന് പറയുന്ന ദശാകാലമാണ്. ബുധദശാകാലമാണെങ്കിൽ ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ ദർശിക്കുക, വ്യാഴാഴ്ച ദിവസം കൃഷ്ണനെ ദർശിക്കുക. കാരണം വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക് ആവാനായിട്ടാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ കൃഷ്ണ വഴിപാടുകൾ നടത്താൻ പറയുന്നത്. അതുപോലെ തന്നെ നാഗക്ഷേത്ര ദർശനം പക്കപ്പിറന്നാളിലോ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നാഗക്ഷേത്ര ദർശനം നിങ്ങളെ വീടിനടുത്ത് എവിടെയെങ്കിലുള്ള നാഗക്ഷേത്ര അമ്പലങ്ങളിൽ പോയിട്ട് നാഗക്ഷേത്രത്തിൽ പോയിട്ട് നാഗങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ചിങ്ങരാശിക്കാർക്ക് വളരെ ഉത്തമമായിരിക്കും. മാത്രമല്ല പിതൃക്കൾക്ക് വേണ്ട വഴിപാടുകൾ, പിതൃ പൂജകൾ, വാവുബലി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്.